മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണ അനുഭവിക്കുന്ന യാതനകൾ, മഹാലക്ഷ്മിയും കണ്ണനെയും ഭയന്ന് ചെയ്യുന്ന ഓരോ ജോലികളും ദുർഗയാണെങ്കിൽ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് അത് പ്രതാപൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല മുത്തശ്ശിയെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതാപൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ദുർഗ പറയുന്നത് പ്രകാരം മുത്തശ്ശിയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും പ്രതാപൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആകെ തകർന്ന് മുത്തശ്ശിയെ കണ്ട് പ്രതാപനാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് മുത്തശ്ശി വന്ന് പറയുന്നുണ്ട്, ദുർഗ എന്നോട് പറഞ്ഞു നിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതെന്തുവാണെന്ന് എനിക്ക് കണ്ടേ പറ്റൂ, അമ്മ അത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് ഇങ്ങോട്ട് കാണിച്ചു താടാ, ഞാൻ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ദുർഗ പറഞ്ഞത്, അത്ര വലിയ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതാപനാണെങ്കിൽ ഫോൺ കൊടുക്കുന്നു. വീഡിയോ കണ്ട് ആകെ ചങ്ക് തകർന്ന് നിൽക്കുന്ന മുത്തശ്ശി പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥ വന്നല്ലോ, രണ്ട് ചതിയാണ് പറ്റിയത്. ഒന്ന് നീ അവൻ്റെ അച്ഛനെ കൊന്നു, അവിടേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ അമ്മ എന്ന് പറയുമ്പോൾ, നീ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് പ്രതാപൻ്റെ കരണം പൊട്ടിച്ച് നല്ലൊരു അടി കൊടുക്കുന്നു. അടിയുടെ സൗണ്ട് കേട്ട് മോഹിനിയമ്മ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മുത്തശ്ശി ആകെ ദേഷ്യം പിടിച്ച് ആ ഫോണാണെങ്കിൽ മോഹിനിയമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, നിനക്ക് ഒരുപാട് സന്തോഷമാകുന്ന ഒരു വീഡിയോ, കൺകുളിർക്കെ കാണ്, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൂടട്ടെ എന്ന് പറഞ്ഞ് മോഹിനിയമ്മയെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മോഹിനിയമ്മ ആ വീഡിയോ കാണുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുമ്പോൾ രണ്ടുപേരും കലിയോടെ തന്നെ മോഹിനിയമ്മയെ നോക്കി നിൽക്കുന്നു. നീയും നിൻ്റെ മോളും മരുമോനും കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ഇട്ട് പെടാപ്പാട് പെടുത്തിക്കുമല്ലേ, എന്തിനു വേണ്ടിയിട്ട്, എന്ത് ദ്രോഹമാടി എൻ്റെ കുഞ്ഞ് നിങ്ങളോടൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇതെന്തോ ഇത്ര വലിയ തെറ്റ്, ഈ ജോലികളെല്ലാം മഹാലക്ഷ്മി മോളെയും കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്യിപ്പിച്ചിട്ടില്ലേ, അപ്പം കരുണമോൾ ചെയ്യുന്നതിനെന്തിനാ ഇത്ര പേടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത്, നിൻ്റെ മോളെ കണക്കാന്നോടി എൻ്റെ മോള് അങ്ങനെ വല്ല ജോലിയും ചെയ്ത് ശീലിച്ചിട്ടുണ്ടോ, ശീലിക്കാൻ പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി പഠിക്കട്ടെ, അവളൊരു പെൺകുട്ടിയാണ്, നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ആവശ്യം വന്നാലോ, ഇന്ന് ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല എങ്കിലും ഒരു ജോലിക്കാരിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഉണ്ണി ജോലിക്ക് പോകുന്ന സമയം എന്തെങ്കിലും ജോലി ചെയ്യാൻ കരുണമോൾക്കറിയില്ലെങ്കിൽ അപ്പോഴവൾക്ക് തന്നെയല്ലേ അതൊരു ബുദ്ധിമുട്ടാകുന്നത്, അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു വെക്കുന്നത് നല്ലതാ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നു, കണ്ടില്ലേടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവളും കൂടി അറിഞ്ഞു തന്നെയാ അവർ രണ്ടുപേരും കൂടി ചേർന്ന് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തിക്കുന്നത്, ഇതിനെല്ലാം നീ അനുഭവിക്കേടി എന്ന് പറഞ്ഞ് ആകെ കലിയോടെ മുത്തശ്ശിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ മോഹിനിയമ്മയുടെ പിറന്നാളാണ് ഇന്ന്. കമലേശ്വരം ഫിനാൻസിലേക്ക് വരുന്ന മഹിയോട് കണ്ണനാണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇന്ന് തൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ, നമുക്ക് കുറച്ച് സമ്മാനമൊക്കെ വാങ്ങി അമ്മയെ കാണാൻ പോകണ്ടേ. അപ്പോഴത്തേക്കും മഹാലക്ഷ്മി പറയുന്നു, പോണം കണ്ണേട്ട, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് കണ്ണേട്ടനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എങ്കിൽ പിന്നെ അധികം താമസിക്കേണ്ട, കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ ഇന്നലെ കരുതി വെച്ചിട്ടുണ്ട്, നമുക്ക് രണ്ടാൾക്കും കുറച്ച് വർക്കും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനെയും കൂട്ടി കമലേശ്വരത്തേക്ക് വരുമ്പോഴത്തേക്കും മുത്തശ്ശിയും അതുപോലെ നമ്മുടെ പ്രതാപനും മോഹിനിയമ്മയൊക്കെ ഉണ്ട്. മോഹിനിയമ്മയാണെങ്കിൽ കണ്ണനും അതുപോലെ മഹിയും വന്നത് കണ്ട് സന്തോഷത്തോടെ ഓടി ചെല്ലുമ്പോഴത്തേക്കും കണ്ണൻ കുറേ ഗിഫ്റ്റൊക്കെ മഹിയുടെ കയ്യിൽ കൊടുത്ത് അമ്മയ്ക്ക് സമ്മാനിക്കുന്നു, പിറന്നാളാശംസകൾ എന്ന് വിഷ് ചെയ്തിട്ട്. അപ്പം മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞ മോളെ, നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, വാ അകത്തേക്ക് വന്നു പറഞ്ഞ് കണ്ണനെയും കൂട്ടി അകത്തേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു ആവലാതി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തല്ലേ മോനെ, എൻ്റെ മോനൊരു അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അവൻ നിൻ്റെ അച്ഛനെ കൊന്നത്, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതിൻ്റെ പേര് കരുണമോളെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങളുടെ മകൻ ഒരു തെറ്റ് ചെയ്തു, എൻ്റെ അച്ഛനെ, എൻ്റെ ജീവനെ ഇല്ലാണ്ടാക്കിയത്, അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചേ പറ്റൂ, പിന്നെ നിങ്ങളുടെ മോനും കൊച്ചുമോളും ഒന്നും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരൊന്നും അല്ലല്ലോ, അവരിപ്പോൾ ചെയ്തു കൂട്ടിയതിനും പണ്ട് ചെയ്തതിനും എല്ലാം കൂടിയുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അയാൾ ചെയ്ത തെറ്റിന് നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നു. അതിനേക്കാളും ഭേദം ഇത് തന്നെയാണെന്ന് മുത്തശ്ശിക്കും അറിയാം. നിയമത്തിൻ്റെ മുമ്പിൽ സ്റ്റേഷനിൽ ജയിലിലൊക്കെ പോയി കിടക്കുന്ന മകനെക്കുറിച്ച് ഓർത്ത് പിന്നെ ഉണ്ണിയുടെ ദുർഗയുടെയും സ്വഭാവം മാറി കരുണയുടെ ജീവിതം ഇല്ലാണ്ടാകും, സ്വത്തുക്കളെല്ലാം ഇല്ലാണ്ടാകും, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇത് തന്നെ ഭേദമെന്ന് അവർക്കറിയാം. അങ്ങനെ സദ്യയൊക്കെ ഒരുക്കി മോഹിനിയമ്മയാണെങ്കിൽ കാത്തിരിക്കുമായിരുന്നു. രണ്ടുപേർക്കും സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുന്ന സമയം പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാൻ പോകുന്നുണ്ട്. വാമദേവനോട് പറയുന്നുണ്ട്, എന്തായാലും ഒരു മാവ് മഹിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചോ, എൻ്റെ കുഞ്ഞിനെ ഇട്ട് പെടാപ്പാട് പെടുത്തിക്കുന്ന അവൾ ഇനി അധിക നാൾ ജീവിച്ചിരിക്കില്ല, മാവിൻ്റെ തടി കൊണ്ട് തന്നെ ആവട്ടെ അവളുടെ അന്ത്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും
വാമദേവൻ പറയുന്നു, എടാ പ്രതാപ സൂക്ഷിക്കണം, ഇതിൻ്റെ പിന്നിൽ നീങ്ങാണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എല്ലാ കേസും കുത്തിപ്പോക്കും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ രണ്ടുപേരും അഴിക്കുള്ളി കിടക്കേണ്ടി വരും. അതിനെപ്പറ്റിയൊന്നും എനിക്കൊരു പേടിയില്ല വാമേട്ടാ. കാരണം അതിനേക്കായും വലിയ വേദനയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. ശേഷം നമ്മുടെ പ്രതാപനാണെങ്കിൽ കരുണ മോളെ കാണാൻ പോകുന്നുണ്ട്. നീ വിഷമിക്കേണ്ട മോളെ, ഞാൻ എൻ്റെ കയ്യാലെയല്ലേ അവളെ അവനെ ഒന്നിപ്പിച്ചത്. ആ കയ്യാല തന്നെ അവൻ്റെ മുമ്പിൽ വെച്ച് അവളുടെ ജീവൻ ഇന്ന് ഞാൻ എടുത്തിരിക്കും. എൻ്റെ മോളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുമ്പം എൻ്റെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് മതിയായില്ലല്ലേ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയാൽ നിങ്ങളുള്ള സത്യമെല്ലാം കണ്ണേട്ടനോടും അതുപോലെ അനന്തുവേട്ടനോടും മാർക്കോയോടും ഒക്കെ പറഞ്ഞത്. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഓരോ മണ്ടത്തരത്തിലേക്ക് ചാടാനാ പുറപ്പാടെങ്കിൽ ഇനി നിങ്ങൾക്കുള്ള ശിക്ഷ ഞാനായിരിക്കും തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കലിയോടെ പോകുന്നു. അച്ഛനെ വിശ്വാസമില്ലാണ്ട്